മുമ്പൊരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ തക്കാളി ചട്നി ഞാൻ ചെയ്യുന്നത്. ഇത് തൊലി കളയാനായിട്ട് ആദ്യം തന്നെ ഒന്ന് സൈഡെല്ലാം വരഞ്ഞിട്ട് ഒന്ന് ആവി കയറ്റിയെടുത്തു. ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ, അത്രയും വേണ്ട. ഒന്ന് നന്നായിട്ട് ആവി കയറി കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം ഇളകി വരും. എന്നിട്ട് നമുക്ക് അതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുക്കാൻ നേരത്തെ ഇത് മുറിച്ചിടുന്നത് നന്നായിരിക്കും. ഞാൻ മുറിക്കാതെ ഇട്ടു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന പോർഷൻ നല്ല കട്ടയായിട്ട് കിടപ്പുണ്ടായിരുന്നു. അത് പിന്നെ എത്ര വേവിച്ചിട്ടും വെന്തതുമില്ല. ലാസ്റ്റ് എനിക്ക് എടുത്ത് മാറ്റേണ്ടി വന്നു. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം മുറിച്ച് മാറ്റിയതിന് ശേഷം ഇട്ട് അടിക്കുക. പിന്നെ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഉലുവ പൊട്ടിച്ചു, വെളുത്തുള്ളി ഇഞ്ചിയും ഒരല്പം പെരിഞ്ജീരകവും ഇട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം കറിവേപ്പില ഇട്ടു. സാധാരണ ഞാൻ ഇതൊന്നും ചേർക്കാറില്ല. കടുവും പൊട്ടിച്ച് വെളുത്തുള്ളിയോ ചിലപ്പോൾ ഉലുവ ചേർക്കും, ചിലപ്പോൾ വെളുത്തുള്ളി. മെയിനായിട്ട് വെളുത്തുള്ളിയും കടുവും മാത്രമേ ചേർക്കാറുള്ളൂ. പക്ഷേ ഇന്ന് ഇത്രയും ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് പിന്നെ നമ്മുടെ ഈ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ ചാറ് അഥവാ തക്കാളി പ്യൂരി ഒക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുത്തു. കുറച്ചൊന്ന് വഴന്നതിന് ശേഷമാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തത്. അത് നന്നായിട്ട് കുറുക്കി ഇറക്കിയതിന് ശേഷം, ഇളക്കി നന്നായിട്ട് കുറുക്കി വറ്റിച്ചതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കാവുള്ളൂ. ഈ ഒരു പീസ് കണ്ടോ, ഇതുപോലെ കുറച്ച് പീസുകളുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ഞാൻ മാറ്റി. ഇല്ലെങ്കിൽ ചിലപ്പം ഇതിൻ്റെ പാകം തെറ്റും, പിന്നെ 2-3 ദിവസം ഒന്നും ഇരിക്കത്തില്ല, പൂപ്പല് കയറും. അപ്പോൾ അതേ പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എണ്ണ തെളിയുന്നിടം വരെ നമ്മൾ ഇളക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്